ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ STCG സെക്ഷൻ 48 പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറി പോർഷൻസ് നോക്കി, എന്താണ് ക്യാപിറ്റൽ ഗെയിന്, അതിൽ ഷോർട്ട് ടേമും ലോങ് ടേമും എങ്ങനെയാണ്, എന്താ ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എത്ര മാസം നമ്മൾ ഹെൽഡ് ചെയ്യുമ്പോഴാണ് ഒന്ന് ലോങ് ടേമിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് വരുന്നതെന്നൊക്കെ അതിൻ്റെ കാലയളവെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇനി അതിൻ്റെയൊക്കെ ബേസിസിൽ എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റലിൽ STCG കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടൊരു STCG കമ്പ്യൂട്ട് ചെയ്യുമ്പം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ലാഭം ഉണ്ടാവുന്നത് നമ്മൾ എപ്പോഴാണ് നമ്മുടെ കൈവശമുള്ള ഒരു സാധനം വേറെ ആൾക്ക് കൊടുക്കുമ്പം അതുവഴി നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ഷോർട്ട് ടേം ആയിട്ടൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവണമെങ്കിലും അതിൻ്റെ ഫുൾ വാല്യൂ എത്രയും നോക്കുക. എത്ര രൂപയ്ക്കാണ് നമ്മളൊരു സാധനം കൊടുത്തിരിക്കുന്നത്, അത് മൈനസ് ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ചിലവ് വന്നു, അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടായോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ നമുക്കൊരു പ്രോബ്ലം ഇവിടെ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മിസ്റ്റർ സുന്ദർ സോൾഡ് എ ബിൽഡിംഗ് ഓൺ 3rd February 2024 for rupees 11,35,000 and paid a brokerage of rupees 15,000. He had acquired the asset on 15th May 2022 at a cost of rupees 4,35,000. Compute STCG. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മിസ്റ്റർ സുന്ദർ ഒരു ബിൽഡിങ് 2024 February 3rd കൊടുത്തിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? 11,35,000 കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബ്രോക്കറേജ് ഒരു 15,000 രൂപ ചിലവായിട്ടുമുണ്ട്. ഇനി ഈ ഒരു ബിൽഡിങ് അക്വയർ ചെയ്തിരിക്കുന്നത്, കൊടുത്തത് 24-ലാണ്, വാങ്ങിയിരിക്കുന്നത് 22-ലാണ്. അപ്പോൾ ഏകദേശം തന്നെ 2 വർഷ കാലയളവാണ് വന്നിട്ടുള്ളൂ. ഇവിടെ ഫെബ്രുവരിയാണ്, ഇവിടെ മെയ് ആണ്, വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 വർഷം പോലും തികച്ച് ആയിട്ടില്ല. അത് അദ്ദേഹം 22-ൽ വാങ്ങുന്ന സമയത്ത് എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണ്? 4,35,000 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വില, കൊടുക്കുമ്പോൾ കിട്ടിയ വില ഇതാണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം? എത്ര രൂപയ്ക്ക് അത് വാങ്ങി, അതുമായി ബന്ധപ്പെട്ട് വന്ന ചിലവ്, അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 11,35,000 നമുക്ക് വിറ്റപ്പോൾ കിട്ടിയ വില എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം? 4,35,000 വാങ്ങാൻ വേണ്ടി കൊടുത്തു, 15,000 രൂപ അതിൻ്റെ ബ്രോക്കറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ചിലവുകളാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന എമൗണ്ടാണ് 6,85,000. അപ്പോൾ ശരിക്കും നമുക്ക് ലാഭം എന്ന് പറയുന്നത് എത്ര രൂപയെ വന്നിട്ടുള്ളൂ? 6,85,000 വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മിസ്റ്റർ സുരേഷ് അക്വയർഡ് 4,000 ഷെയർസ് ഓഫ് എ പൈനിയർ ലിമിറ്റഡ് ഓൺ 15th July 2022 അറ്റ് എ കോസ്റ്റ് ഓഫ് rupees 23 പെർ ഷെയർ. അതായത് 4,000 ഷെയറാണ് സുരേഷ് അക്വയർ ചെയ്തിരിക്കുന്നത്. ആ ഡേറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, 15 ജൂലൈ 2022-ലാണ്. ഒരു ഷെയറിന് അന്ന് വാങ്ങുന്ന സമയത്ത് 23 രൂപയാണ് വില. അങ്ങനെയാണ് 4,000 ഷെയർ വാങ്ങിയിരിക്കുന്നത്. 23,000 × 4. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ഷെയറിന് 2 രൂപ വെച്ച് ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 4,000 ഷെയർ അക്വയർ ചെയ്യുമ്പം ഒരു ഷെയറിന് 2 രൂപ, അങ്ങനെ 4,000 ഷെയർ പറയുമ്പോൾ എത്ര? 8,000 രൂപ ബ്രോക്കറേജും ആയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഒരു ഷെയർ ഓൺ 13th May 2023, അപ്പോൾ 22 ജൂലൈയിൽ വാങ്ങിയിട്ട് ഒരു വർഷം ആവുമ്പോഴേക്ക് തന്നെ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ 3,000 ഷെയറാണ് സോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 4,000 ഷെയറാണ് വാങ്ങിയത്, 3,000 ഷെയറാണ് വിറ്റിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ്? ഒരു ഷെയറിന് 35 rupees ആയിട്ടാണ് 3,000 ഷെയർ വിറ്റിരിക്കുന്നത്. അതേപോലെ വിൽക്കുന്ന സമയത്ത് ബ്രോക്കറേജ് വന്നിട്ടുണ്ട്, ഒരു ഷെയറിന് 1 രൂപ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4,000 ഷെയർ നമ്മൾ ഒരു ഷെയറിന് 23 രൂപ പ്രകാരവും ബ്രോക്കറേജ് ഒരു ഷെയറിന് 2 രൂപ പ്രകാരവും കൊടുത്തിട്ടാണ് ഇത്രയും ഷെയർ വാങ്ങിയിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത് ഇതിൽ 3000 ഷെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷെയറിന് 35 രൂപ പ്രകാരവും ഒരു ഷെയറിൻ്റെ ബ്രോക്കറേജ് 1 രൂപ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, വിറ്റ വില മൈനസ് വാങ്ങിയ വില, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വിറ്റ വില നോക്കാം. 3000 ഷെയർ അല്ലേ കൊടുത്തത്, 3000 ഇൻറ്റു ഒരു ഷെയറിന് എത്ര, 35 രൂപ. അത് നോക്കുക, കൊടുക്കുമ്പോൾ കിട്ടിയ വില. ഇനി അതിൽ നിന്ന് നമ്മൾ 1 രൂപയാണ് ഒരു ഷെയറിന് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എത്ര, 3000 ഷെയർ ആകുമ്പോൾ എത്ര വരും, 3000 രൂപ. ഓക്കെ, അപ്പോൾ 3000 ഇൻറ്റു 35 പറയുമ്പോൾ 1,02,000 വരും. അതിൽ നിന്ന് നമ്മൾ 3000 കൂടി കുറയ്ക്കുക, അതും കൂടി കുറച്ചതിന് ശേഷമാണ് 1,02,000 കിട്ടിയിരിക്കുന്നത്. ഇനി ഇതാണ് നമുക്ക് കിട്ടിയ മൊത്തത്തിലുള്ള വില എന്ന് പറയുന്നത്, അതായത് 1,02,000. അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്താ, ഈ 3000 ഷെയർ എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്, 23 രൂപ കൊടുത്തിട്ട്. അപ്പോൾ 3000 ഇൻറ്റു 23 എത്രയാണെന്നുള്ളത് നോക്കുക. പ്ലസ് അത് വാങ്ങുന്ന സമയത്ത് ബ്രോക്കറേജ് ഒരു ഷെയറിന് 2 രൂപയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3000 ഷെയറിന് നമ്മൾ 6000 രൂപ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ചിലവാണല്ലോ. അപ്പോൾ 3000 ഇൻറ്റു 23 ചെയ്തതിന് ശേഷം 6000 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 75,000 കിട്ടും. അപ്പോൾ ഈ 1,02,000 നിന്ന് 75,000, അപ്പോൾ ഇത്രയാണ്. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, ഈ 1,02,000 ആണ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടിയ വില. അതേ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് 75,000 ആണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 1,02,000 നിന്ന് ഈ 75,000 കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്ന 27,000 ആണ് നമുക്ക് ഇതിൽ ശരിക്കും ലാഭം എന്ന് പറയാനുള്ളൂ. കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. ഇത് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആവശ്യമില്ല, ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് എത്ര ഷെയർ വാങ്ങി, വാങ്ങുമ്പോഴുള്ള വില, അതിൻ്റെ ബ്രോക്കറേജ്. അപ്പോൾ അത്രയും അത് അക്വയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ, കൊടുക്കുമ്പോൾ ഒരു ഷെയറിൻ്റെ വിലയും അതേപോലെ അതിൻ്റെ ബ്രോക്കറേജും, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിപ്രീസിയബിൾ അസറ്റ്. ഏതെങ്കിലും ഒരു അസറ്റ് ഡിപ്രീസിയേഷൻ ഉള്ളതാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോസും കാണുക, സെയിം തന്നെയാണ്. ഏതെങ്കിലും ഒരു ഡിപ്രീസിയബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഇയർ എപ്പോഴും റിട്ടേൺ ഓൺ വാല്യൂ 0 ആയിട്ടാണ് പറയുക. അതൊരു തിയറി മാത്രമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിയർ ആവും. നമ്മുടെ കൈവശം ഏപ്രിൽ 1, 2023 70,000 രൂപയുടെ ഫർണിച്ചറാണ് ഉള്ളത്. അതിനുശേഷം ഏപ്രിൽ 1 ജൂലൈ 15-ാം തീയതി നമ്മളത് വിൽക്കുന്നുണ്ട്. 1 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അതായത് 3 മാസവും 15 ദിവസവും കഴിയുമ്പോൾ നമ്മളത് വിറ്റു. ഈ സോൾഡ് ഫോർ ₹82,000. 82,000-നാണ് വിറ്റിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളത്, അപ്പോൾ വിറ്റ വില 82,000 മൈനസ് നമുക്ക് എത്ര രൂപയുടെ വാല്യൂ ആയിരുന്നു ആ ഫർണിച്ചറിന് ഉണ്ടായിരുന്ന, 70,000 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊടുക്കുമ്പോൾ 82,000 നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് 82,000 നിന്ന് 70,000 ലെസ് ചെയ്യുമ്പോൾ 12,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് എ ഫാക്ടറി ബിൽഡിംഗ്. നമ്മുടെ കൈവശമുള്ള ഒരു ഫാക്ടറി ബിൽഡിങ്ങിന് ഏപ്രിൽ 1-നുള്ള വാല്യൂ പറയുന്നുണ്ട് 3,25,000 ആണ് അതിന് വാല്യൂ വരുന്നത്. കൂടാതെ നമ്മൾ പുതിയതായിട്ടൊരു ബിൽഡിംഗ് കൂടിയിട്ട് 1/8-ന് അക്വയർ ചെയ്തിട്ടുണ്ട്. 3 ലക്ഷത്തിൻ്റെ ബിൽഡിംഗ് ആണ് വീണ്ടും വാങ്ങിയിരിക്കുന്നത്. ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ ബിൽഡിങ്ങും നമ്മൾ 6 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കൈവശമുള്ള ആദ്യത്തെ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്, 3,25,000. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്, എത്ര രൂപയ്ക്കാണ്, 3 ലാഖിന് പുതിയത് പർച്ചേസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആഡ് പർച്ചേസ്. അപ്പോൾ മൊത്തം 6,25,000-ൻ്റെ ഫർണിച്ചറാണ് നമ്മുടെ കൈവശം ഉള്ളത്. അതിൽ ഡിസംബർ ആയപ്പോൾ 6 ലക്ഷത്തിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൽ പ്രൈസ് എത്രയാണ്, ലെസ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നഷ്ടമാണ് വന്നിരിക്കുന്നത്. കാരണം 6,25,000 വാല്യൂ ഉള്ളൊരു സാധനത്തിനെയാണ് നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 25,000 എന്ന് പറയുന്നത് എന്താണ്, STCG അല്ല, CL ആണ്. CL എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലോസ്, STCL ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോസും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഒരു 4 പ്രോബ്ലം നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STCG കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ ലോസ് ഉള്ളതും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന വില അതിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി എന്തൊക്കെ ചിലവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് മാത്രമാണ് ഗെയിൻ എന്ന് ചിന്തിക്കാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു LTCG കാണണമെങ്കിൽ അസസിക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഇതാണ് ഇൻഡെക്സേഷൻ. എന്തിനാ ഇൻഡെക്സ് ചെയ്യുന്നത്? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ വരുന്ന ചിലവ്, ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള ചിലവുകൾ, അല്ലെങ്കിൽ അത് എത്ര രൂപയാണെങ്കിലും അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസ് ലെവലുമായിട്ട് പ്രസൻറ്റ് പ്രൈസ് ലെവലിൻ്റെ ടേംസിലായിരിക്കും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് ഹാവ് നോട്ടിഫൈഡ് ദ ഫോളോയിങ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഓരോരുത്തരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വരുമല്ലോ. കാരണം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരാളുടെ ടോട്ടൽ ഇൻകത്തിൽ 4ാമത് വരുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകളുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇൻകം കൂടി ഇൻകം ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഗവൺമെൻറ് തന്നെ ഒരു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഇയർ ആയിട്ട് കണക്കാക്കാൻ 2001 മുതൽ 2 അതാണ് 2001-2 കാലയളവിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഫിനാൻഷ്യൽ ഇയറും അതിൻ്റെ ഇൻഡെക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2001-2 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ അത് 100-ലാണ് തുടങ്ങുക. ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ടിങ് 100-ലാണ്, പിന്നെ അതിൻ്റെ വാല്യൂ കൂടിയതായിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഓരോ വർഷത്തെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൂടി അവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ STCG ചെയ്യുമ്പോൾ ചെയ്തല്ലോ, കൊടുക്കുമ്പോഴുള്ള വില അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ആ ചിലവ് കുറച്ചിട്ടുള്ള ആ എമൗണ്ട് നമ്മളിവിടെ അതുപോലെ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 കാര്യങ്ങളാണ് ഇതിന്ന് ലെസ് ചെയ്യേണ്ടത്. ഒന്ന്, ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അക്വയർ ചെയ്യുമ്പോഴുള്ള കോസ്റ്റിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ അസറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനെയും ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങൾ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും പിന്നെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും. അത് രണ്ടും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതിനാണ് എന്ത് പറയുന്നത്? LTCG അല്ലെങ്കിൽ LTCL എന്ന് പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോസോ എന്ന് പറയുന്ന. ഇനി ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും അതേപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് ഇൻഡെക്സ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണമെങ്കിൽ അവിടെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. ഏത് വർഷമാണോ അസറ്റ് വിറ്റിരിക്കുന്നത് വെച്ചാൽ ആ വർഷത്തെ അതിൻ്റെ ഇൻഡെക്സ് എടുക്കുക. അപ്പോൾ വിറ്റ ഇൻഡെക്സ് ഡിവൈഡ് ബൈ വാങ്ങിയ ഇൻഡെക്സ്, അത്രയേ ഉള്ളൂ. അക്വിസിഷൻ അല്ലേ, അക്വയർ ചെയ്തിരിക്കുന്ന ആ ഇൻഡെക്സേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിറ്റത് ബൈ വാങ്ങിയതാണ്. അപ്പോൾ വിറ്റ വർഷത്തെ ഇൻഡെക്സും വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുക, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുക. അതേപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കണക്കാക്കണമെങ്കിലും സെയിം തന്നെയാണ്. ഏത് വർഷമാണോ അസറ്റ് വിറ്റിരിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സും ഡിവൈഡ് ബൈ എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് എപ്പോഴാണോ വരുത്തിയിരിക്കുന്നത് ആ വർഷത്തെ ഇൻഡെക്സും, അത്രയേ ഉള്ളൂ. ഇവിടെ അസറ്റ് സെയിലും പർച്ചേസും ആണെങ്കിൽ ഇവിടെ സെയിലും ഇംപ്രൂവ്മെൻ്റ് അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏത് വർഷം ഇംപ്രൂവ്മെൻറ്റ് ചെയ്തു അതിൻ്റെ CI ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. മിസ്റ്റർ മോഹൻദാസ് ഹാഡ് അക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 15th July 2005 at a cost of rupees 1,75,000. അപ്പോൾ 2005 ഒരു വീട് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 1,75,000. 20 ആയപ്പോൾ 20 January 24 ആ വീട് വിൽക്കുകയാണ്. 5 വാങ്ങിയിട്ട് 24 വിറ്റു. എത്ര രൂപയ്ക്കാണ്? 18,62,000 അത് സെയിലായിട്ടുണ്ട്. അത് സെയിലാവുന്നതിൻ്റെ ഭാഗമായിട്ട് 18,000 രൂപ ബ്രോക്കറേജും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് 2 വർഷം ഇവിടെ കിട്ടിയിട്ടില്ലേ? ഒന്ന് വാങ്ങിയ വർഷവും ഒന്ന് വിറ്റ വർഷവും.
അപ്പോൾ 2005 വാങ്ങിയെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് ഇവിടെ 117 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി വിറ്റിരിക്കുന്നത് 2024 അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് 348 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗെയിനിൽ നമ്മുടെ ഫോർമാറ്റ് എന്തായിരുന്നു? നെറ്റ് കൺസിഡറേഷൻ എടുക്കുക, അതായത് വിറ്റ വില എടുക്കുക. വിറ്റ വില എങ്ങനെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? 18,62,000 കൊടുത്തു എങ്കിലും നമുക്ക് 18,000 ഒരു ചിലവ് വന്നിട്ടുണ്ട്. ആ 18,000 കുറച്ചിട്ട് ബാലൻസ് നമുക്ക് എന്തായി കണക്കാക്കാൻ പറ്റുള്ളൂ? നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. 18,44,000 കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് കിട്ടിയെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചിലവ് ഇവിടെ വന്നിട്ടുണ്ട്? അതിൽ ലെസ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ, വാങ്ങുമ്പോഴുള്ള ഇൻഡെക്സ്ഡ് കോസ്റ്റ് മാത്രമേ അവിടെ നമുക്ക് കാണുള്ളൂ. കാരണം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും അവിടെ വരുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ മാത്രമേ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ എങ്ങനെ കണക്കാക്കാം? അത് വാങ്ങിയ വില എന്ന് പറയുന്നത് 1,75,000 ഇൻറ്റു ഉണ്ടോ കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ ഇൻറ്റു എന്താണ് നമ്മളിവിടെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഏത് വർഷമാണോ നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ അക്വയർ ചെയ്തിരിക്കുന്ന വർഷം വിറ്റ വർഷം ഡിവൈഡ് ബൈ വാങ്ങിയ വർഷം, അതല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വിറ്റ വർഷം ഏതാണ്? 24 അപ്പോൾ 348 ഡിവൈഡ് ബൈ വാങ്ങിയ വർഷം 56 അപ്പോൾ 117 അപ്പോൾ 1,75,000 ഇൻറ്റു 348 ഡിവൈഡ് ബൈ 117 ചെയ്യുമ്പോൾ നമുക്ക് 5,20,513 കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 18,44,000 നിന്ന് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ ആയിട്ടുള്ള ഈ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസ് എന്ത് വന്നു? 13,23,487. ഇതിനെയാണ് എന്ത് പറയുന്നത്? LTCG എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഇത്ര രൂപയാണെങ്കിൽ വിൽക്കുമ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഡിഫറൻസ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം LTCG കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നേ ഉള്ളൂ, നമുക്ക് കിട്ടിയ വരുമാനം എത്രയാണെന്ന് നോക്കി, പക്ഷെ അതിന് എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ആ ചിലവ് കുറച്ചിട്ട് വേണം അത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങുമ്പോൾ വന്നിരിക്കുന്ന ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ വാങ്ങിയിരിക്കുന്ന വില ഇൻറ്റു നമുക്ക് സോൾഡ് ഇയർലിയും പർച്ചേസ് ഇയർലിയും ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ മുകളിൽ എപ്പോഴും സെയിൽ ചെയ്ത വർഷത്തെ ഇൻഡെക്സ് ആണ് കൊടുക്കുക. ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത വർഷം താഴെ കൊടുക്കും. ഇവിടെ വാങ്ങിയ വർഷമാണ്, മറ്റേത് ഇമ്പ്രൂവ് ചെയ്ത വർഷമാണ് കാണിക്കുക. അത്രേ വ്യത്യാസമുള്ളൂ. നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് LTCG. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്തിരിക്കുന്നത് 1,33,000 അത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട് 1,00,000. പിന്നെ വീണ്ടും 2008 ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട് 3,20,000. ലാസ്റ്റ് 2023 അത് കൊടുത്തു 16,24,000 വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ വാങ്ങിയത് ഇത്ര രൂപയ്ക്ക് 2 പ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്, അതിനുശേഷം വിറ്റിട്ടുമുണ്ട്. അപ്പോൾ ആ വർഷത്തെയൊക്കെ ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2002-03 വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് 105. പിന്നെ നമ്മൾ 2005-06 ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത് ആദ്യത്തെ 1,00,000. അപ്പോൾ 117. പിന്നെ 2008 നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ 8 129 ഇൻഡെക്സ്. വിറ്റിരിക്കുന്ന 23 അപ്പോൾ 348. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നെറ്റ് കൺസിഡറേഷൻ 16,24,000 കാരണം ഇവിടെ ബ്രോക്കറേജ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് തന്നെ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റുമാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എത്രയാണ്? കോസ്റ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എത്ര രൂപയ്ക്ക് വാങ്ങിയത്? അത് 1,33,000 വാങ്ങി ഇൻറ്റു അക്വയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻഡെക്സ് ആണെങ്കിൽ വിറ്റ വർഷം ബൈ വാങ്ങിയ വർഷം. വിറ്റ വർഷം ഇതല്ലേ, അപ്പോൾ 348 ഇൻഡെക്സ് ഡിവൈഡ് ബൈ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 105 ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതവിടെ വയ്ക്കുക. അടുത്തത് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആദ്യത്തെ പ്രാവശ്യം 1,00,000 രൂപയ്ക്കാണ് നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 1,00,000 ഇൻറ്റു കറണ്ട് ഇയർ 348 ഡിവൈഡഡ് ബൈ കറണ്ട് ഇയർ പറഞ്ഞാൽ വിറ്റ വർഷം, അത് ഡിവൈഡഡ് ബൈ ഈ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയ വർഷം ഏതാണോ അതിൻ്റെ ഇൻഡെക്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ഇവിടെ കിട്ടി. ഇനി വീണ്ടും നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റും കൂടി ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി വർഷം കഴിഞ്ഞപ്പം. അത് എത്ര രൂപയ്ക്കാണ് ചെയ്തത്? 3,20,000 ഇൻറ്റു വിറ്റ വർഷത്തെ ഇൻഡെക്സ് 348 ബൈ ഈ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയ വർഷം ഏതാണോ അതിൻ്റെ ഇൻഡെക്സ് ഇവിടെ തന്നിട്ടുണ്ടാവും 129. അത് ചെയ്യുമ്പോൾ
ഈ ഒരു എമൗണ്ടും കിട്ടി. അപ്പം മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ 3 എമൗണ്ടുകൾ തമ്മിലാണ്. അത് ആഡ് ചെയ്യുക. 16,01,492 അപ്പോൾ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16,24,000 ഇത് കൊടുത്തിരിക്കുന്നത്. അത് ഡിവൈഡ് ബൈ ഈ എമൗണ്ട് കാണുമ്പോൾ കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 22,508 രൂപയാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് LTCG കാണേണ്ട വിധം എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണിത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്കത് ക്ലാരിറ്റി വരും. മിസ്റ്റർ നവീൻ അക്വയേർഡ് 2000 equity shares of XY Limited on 15th November 2022 at a cost of ₹15 per share and paid a brokerage of ₹1,000. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം 2000 ഇക്വിറ്റി ഷെയർ ആണ് എന്ന് വാങ്ങിയിരിക്കുന്നത്. 2002 വാങ്ങിയിട്ടുണ്ട്. ഒരു ഷെയറിന് എത്ര രൂപയാണ്? 15 രൂപ പ്രകാരം 2000 ഷെയർ വരുമ്പോൾ 30,000 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അതിൽ ബ്രോക്കറേജ് ഒരു ഷെയറിൻ്റെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. മൊത്തത്തിൽ അതിന് വേണ്ടി കൊടുത്തത് 1000 രൂപ. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നമ്മളവിടെ മനസ്സിൽ വയ്ക്കുക. അതിന് ശേഷം December 23 40 രൂപ പ്രകാരം എല്ലാ ഷെയറും വിറ്റിട്ടുണ്ട്. ഈ 2000 ഷെയറും വിറ്റിട്ടുണ്ട്. അന്നേരം ഒരു ഷെയർ 40 രൂപയ്ക്കാണ് കൊടുത്തത്. അവിടെ നമുക്ക് ഒരു ഷെയറിന് ബ്രോക്കറേജ് 1 രൂപയാണെന്ന് പറയുന്നുണ്ട്. ഇനി 2002-03 ഇൻഡെക്സ് എന്ന് പറയുന്നത് 105 ആണ്. 2002 വാങ്ങിയ വർഷത്തെ. പിന്നെ 23 നമുക്ക് തന്നിട്ടില്ല. നമുക്കറിയാലോ, ഓൾറെഡി 348 ആണ്. ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയതുകൊണ്ട് 348 ആണ് എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിരിക്കുക ഷെയർസ് വർ നോട്ട് സോൾഡ് ത്രൂ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല ഇതിൻ്റെ സെയിൽസ് നടന്നിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട കാര്യം എന്താണല്ലോ, നെറ്റ് കൺസിഡറേഷൻ. നമുക്ക് വിൽക്കുമ്പോൾ കിട്ടിയ വില എന്ന് പറയുമ്പോൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? 2000 ഷെയർ ആണല്ലോ വിറ്റത്. ഒരു ഷെയർ 40 രൂപ പ്രകാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2000 × 40 അപ്പോൾ എത്ര വരും? 80,000 രൂപ വരും. ഇനി അതിൽ നിന്ന് പറയുമ്പോൾ ഒരു ഷെയർ കൊടുക്കാൻ 1 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2000 ഷെയറിന് എത്ര രൂപ വരും? 2000 × 1 2000. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 80 2000 കുറയ്ക്കുമ്പം 78,000 ആണ് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന വില എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് എന്തായാലും സിൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ ആണ്. അക്വയർ ചെയ്ത വർഷം. അക്വയർ ചെയ്ത വർഷത്തിൽ എത്ര രൂപ വന്നിട്ടുണ്ട്? എങ്ങനെയത് നോക്കുക? 2000 ഷെയർ വാങ്ങി 15 രൂപ പ്രകാരം എന്ന് പറയുമ്പോൾ 2000 × 15 30,000. 30,000 നമ്മൾ എന്ത് കുറയ്ക്കും? 30,000 കുറയ്ക്കുകയല്ല, അത് വാങ്ങിയതല്ലേ. 30,000 പ്ലസ് 1000 രൂപ ബ്രോക്കറേജും കൊടുത്തു. അങ്ങനെ 31,000 രൂപ കൊടുത്തിട്ടാണ് ഈ ഷെയറുകൾ നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ 31,000ൻ്റെ ഇൻഡെക്സേഷൻ കാണുമ്പോൾ 31,000 × കറണ്ട് ഇയർ 348 ഇൻഡെക്സ് ഡിവൈഡ് ബൈ ആ വർഷത്തെ ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ 105. അപ്പോൾ 348/105 ചെയ്യുന്ന സമയത്ത് 1,02,743 കിട്ടും. ഇനി അപ്പോൾ നമുക്ക് അവ എന്ത് ചെയ്യുക? 2000 ഈ കിട്ടിയ കമ്പ്യൂട്ടേഷനാണ്. 31,000 എങ്ങനെയാണുള്ള ക്ലിയർ ആണല്ലോ. 2000 × 15 രൂപ പ്രകാരവും പ്ലസ് 1000 രൂപ ബ്രോക്കറേജും. അങ്ങനെയാണ് ഈ 31 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടിയിരിക്കുക എത്ര? 78,000 ആണ് കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ വാങ്ങാൻ വേണ്ടി നമ്മൾ എത്ര ചിലവാക്കിയിട്ടുണ്ട്? അതിനേക്കാൾ അധികമാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലാഭമല്ല, നഷ്ടമാണ്. കാരണം 78-ന് കൊടുത്തൊരു സാധനം വാങ്ങിയതേ നമ്മൾ അതിനേക്കാൾ എമൗണ്ട് കൊടുത്തിട്ടാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കാണേണ്ട വിധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന ടോപ്പിക് ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ LTCGയും LTCLും കാണേണ്ട വിധം. അപ്പോൾ അതിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഷോർട്ട് ടേം ആകുമ്പോൾ വേറെ ഒന്നുമില്ല, വിറ്റ വില മൈനസ് വാങ്ങിയ വില, അത്രയേ ഉള്ളൂ. പക്ഷേ LTCGയിലേക്ക് വരുമ്പം ഒരു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും കൂടിയിട്ട് തന്നിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ അതിലും നെറ്റ് കൺസിഡറേഷൻ കാണുക. അത് കാണുന്ന സമയത്ത് കിട്ടിയ വിലയിൽ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ടുള്ള വില എടുക്കാവുള്ളൂ. അതിനുശേഷം അതൊന്ന് കുറയ്ക്കേണ്ടത് അക്വയർ ചെയ്തതും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതാത് എമൗണ്ട് ഇൻറ്റു അതിൻ്റെ ആ വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് പ്രസൻറ്റ് ഡിവൈഡ് ബൈ പാസ്റ്റ്. അതാണ് നിലവിൽ ഏത് വർഷം കൊടുത്തു അത് ഡിവൈഡ് ബൈ അക്വയർ ചെയ്തതോ ഇമ്പ്രൂവ് ചെയ്ത വർഷത്തെ ഇൻഡെക്സ് ആണ് കാണേണ്ടത്.
അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടാണ് അതിൽ കുറയ്ക്കേണ്ടത്. കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ലാഭമോ നഷ്ടമോ ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് LTCGD ഇപ്പോൾ ചെയ്തു. നമ്മൾ ഒരു LTCL ലോസ് വരുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ 2 കാൽക്കുലേഷനും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് തരാറുള്ളതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം കാണുകയും അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഓരോ ലൈക്കുകൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്